അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ വീടുകളിൽ നാം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ, നാം ഭക്ഷണത്തിനായി പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന കറി, അങ്ങനെ വീടുകളിൽ നാം പാകം ചെയ്യുന്ന ഏത് വിഭവങ്ങളാണെങ്കിലും എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് അല്പം കൂടുതൽ ഉണ്ടായിരിക്കണം. രണ്ടാളുകൾക്കാണ് പാകം ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് 3 ആളുകൾക്കായിരിക്കണം നാം ഭക്ഷണം പാകം ചെയ്യേണ്ടത്. കറി ഉണ്ടാക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഉള്ള ആളുകളെ പരിഗണിക്കുന്നതോടൊപ്പം പുറത്ത് നിന്ന് വിരുന്നുകാരായി വരുന്ന 2 ആളുകളെ എക്സ്ട്രാ നാം കണ്ടുകൊണ്ടായിരിക്കണം ഭക്ഷണം പാകം ചെയ്യേണ്ടത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുണ്ട്, മൻകാന ഇൻദഹു തുആമു സുനൈനി ഫൽയദ്ഹബ് ബിസലാസിൻ. ഒരാളുടെ വീട്ടിൽ അടുക്കൽ 2 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ ഫൽ യദ്ഹബ് ബിസലാസിൻ, അവൻ 3-മതൊരാളെ കൊണ്ടുപോകട്ടെ. ഈ ഹദീസ് ഒരുപാട് വിഷയങ്ങൾ മുഅ്മിനീങ്ങൾക്ക് പ്രചോദനം നൽകുന്നുണ്ട്. ഇത്ആമു തുആമ് പല ഹദീസുകളിലും വിശുദ്ധ ഖുർആനിലും പലയിടങ്ങളിലായി മറ്റുള്ളവർക്ക് ഭക്ഷണം ഭക്ഷിപ്പിക്കുന്നത്, മറ്റുള്ളവരെ ദാഹം അകറ്റുന്നത്, അവരെ വിശപ്പടക്കുന്നത് ഇസ്ലാമിൽ വലിയ പുണ്യമായ ഒരുപാട് പ്രതിഫലം ലഭിക്കുകയും അതുപോലെ തന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു കാരണവുമാണ്. മാ സലകക്കും ഫീ സഖർ എന്ന് വിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് നരകനിവാസികളോട് ചോദിക്കുന്ന സമയത്ത്, ഞങ്ങൾ പാവപ്പെട്ടവരെ കണ്ടില്ലായിരുന്നു, പാവപ്പെട്ടവർക്ക് ഭക്ഷിപ്പിക്കാത്തവരായിരുന്നു എന്ന രൂപത്തിലൊക്കെയുള്ള റബ്ബിൻ്റെ തിരുവചനങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഹദീസ്, ചെറിയ ഹദീസാണെങ്കിലും നമ്മുടെ വീടുകളിൽ 2 ആളുകൾക്ക് ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൽയദ്ഹബ് ബിസലാസ്, 3-മതൊരാളെ കൂടി ആ ഭക്ഷണത്തിലേക്ക് അവൻ കൊണ്ടുപോകട്ടെ. അങ്ങനെ അതിലൂടെ അവൻ്റെ റിസ്ക്കിൽ വലിയ വിശാലത അവൻ ഉണ്ടാക്കട്ടെ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെയൊക്കെ സ്വഭാവം നന്നാക്കി തരുമാറാവട്ടെ. 2 വീട്ടിലും വിജയിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.